നെടുങ്കണ്ടം ഇരട്ടക്കൊലപാതകത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന സജി പിടിയിൽ. മൃതദേഹം കണ്ടെത്തിയ വീടിന് സമീപത്ത് നടത്തിയ തെരച്ചിലാണ് ഇയാളെ കിട്ടിയത്. സജിയുടെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം നെടുങ്കണ്ടം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഡ്രോൺ ഉപയോഗിച്ചുള്ള രാവിലെ മുതൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകൾ ആ മലമ്പെട്ട് പാറക്കെട്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുകയായിരുന്നു. നാട്ടുകാരും വൻ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് പ്രതി തന്നെ മലയിൽ നിന്ന് ഇറങ്ങി വന്ന് അവിടെ ഒരു കടയിൽ വന്നിരുന്ന് എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി, ഞാൻ പോലീസിന് കീഴടങ്ങാണെന്ന് പറയുകയും അവിടെ നിലത്തിരിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ പോലീസ് നാട്ടുകാരുണ്ടായിരുന്നു ആ സ്ഥലത്ത് തന്നെ. പോലീസ് അന്നേരം തന്നെ പുള്ളിയെ കൈ പിടിച്ച് വണ്ടിയെ കയറ്റി നെടുങ്കണ്ടം സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ട് വൈദ്യപരിശോധനയ്ക്ക് ശേഷം വീണ്ടും സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പുള്ളി സ്വയം കടയിലോട്ട് വരുവായിരുന്നു. പുള്ളി സ്വയം കടയിലേക്ക് വരുന്നു. അത് ഞങ്ങളെ പരിശോധിച്ച ഞങ്ങൾ തെരച്ചിൽ നടത്തിയ സ്ഥലങ്ങളിൽ തന്നെ പുള്ളി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പുള്ളി ഇറങ്ങി വന്നത് ആ ഭാഗത്തും തന്നെ പുള്ളി അവിടെ ഒരു കടയിലേക്ക് ഇറങ്ങി വന്നിട്ട് എനിക്ക് അബദ്ധം തെറ്റിപ്പറ്റിപ്പോയി, ഞാൻ കീഴടങ്ങാണെന്ന് പറഞ്ഞു. ആ കടയിൽ ഒരു ചേച്ചിയാണ്, ആ ചേച്ചിയോട് പറഞ്ഞു ഞാൻ കീഴടങ്ങാണ്, എനിക്ക് തെറ്റുപറ്റിപ്പോയെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി കുറ്റസമ്മതം നിലവിൽ അവിടെ നടത്തി. അങ്ങനെയാണ് പോലീസ് അടുത്തുണ്ടായിരുന്നു, തൊട്ടടുത്തുണ്ടായിരുന്നു. പോലീസ് കൂടി വന്നു. പോലീസ് നാട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് പ്രിൻസ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. പ്രിൻസ്, ഇപ്പോൾ ഇയാള് മറ്റ് സ്ഥലങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയൊക്കെ പരിശോധിച്ചിരുന്നു പോലീസ്. ഇയാൾ തന്നെ പ്രതിയാണ് എന്നിപ്പോൾ പോലീസ് സമ്മതിച്ചു കഴിഞ്ഞു. മറ്റു നടപടിക്രമങ്ങൾ എന്താണ്? പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യക്തത വന്നിട്ടുണ്ടോ? തീർച്ചയായും പ്രതി സജി എന്ന് തന്നെയുള്ള നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. കൃത്യമായും ഇയാൾ നാട്ടുകാരുടെ അടുത്ത് എത്തി തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന രീതിയിൽ പറയുകയും തുടർന്നാണ് ഇത്തരത്തിൽ പ്രതിയെ പിടികൂടാനുള്ള ഇതിലേക്ക് നീങ്ങുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം സഹോദരിയുടെ പരാതിയെ തുടർന്ന് പോലീസ് വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് സജി വീട്ടിൽ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെടുന്നത്. തൊട്ടടുത്ത ദിവസം, അതായത് ഇന്നലെ ഇവിടെ നടത്തിയ പരിശോധനയിൽ മൃതദേഹങ്ങൾ വീണ്ടെടുക്കുകയും ചെയ്തു. അതിനുശേഷമൊക്കെ കൃത്യമായ പരിശോധന ഈ മേഖലയിൽ നടന്നിരുന്നു. ഇന്ന് രാവിലെ മുതൽ ഡ്രോൺ ഉപയോഗിച്ച് ഈ പ്രദേശത്താകെ പരിശോധന നടത്തിയിരുന്നു. റോഡിനോട് അടുത്തുള്ള ഒരു പ്രദേശത്താണ് സജിയുടെയും റജിയുടെയും ഒക്കെ വീട്. എങ്കിൽ പോലും ഈ ഇതിനോട് ചേർന്നുള്ള പ്രദേശമൊക്കെ വലിയ കുന്ന് നിറഞ്ഞ പ്രദേശമാണ്, വലിയ ചെരുവുകളോട് ഇറങ്ങിയ പ്രദേശമാണ്. ഈ മേഖലയിലേക്കാണ് സജി ഓടിപ്പോയത്. ഈ പാറമുകളിലൊക്കെ ഇന്ന് രാവിലെ മുതൽ കൃത്യമായ ഒരു പരിശോധന പോലീസ് നടത്തിയിരുന്നു. ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തിയിരുന്നു. ഒപ്പം ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തിയിരുന്നു. നാട്ടുകാരുടെ സഹായത്തോടെയാണ് ഈ പരിശോധനകളെല്ലാം ഇത് രാവിലെ എല്ലാം പോലീസ് നടത്തിയത്. ഇതിന് മുമ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ സജിയുടെ എന്ന് കരുതുന്ന ഒരു ബാഗും പോലീസിന് ഈ സമീപത്തു നിന്നായി ലഭിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ സജി ദൂരേക്ക് പോകാൻ സാധ്യതയില്ല എന്നൊരു നിഗമനത്തിലായിരുന്നു പോലീസ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശം കേന്ദ്രീകരിച്ച് കാർഷിക മേഖലകളും കുന്നിന് മുകളിലുള്ള പ്രദേശങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുകയായിരുന്നു. ഇതിനിടെയാണ് ഇന്ന് ഏകദേശം 1 മണിക്കൂർ മുൻപ് സജി ഈ സമീപത്തെ ഒരു കടയിലേക്ക് ഇറങ്ങി വന്നത്. അതിനുശേഷം തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് നാട്ടുകാരോട് പറയുകയായിരുന്നു. ഇന്ന് നാട്ടുകാർ ഉടൻ തന്നെ പോലീസിൽ അറിയിക്കുകയും പോലീസിന് പ്രതിയെ കൈമാറുകയായിരുന്നു. തുടർന്ന് പോലീസ് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രതിയെ വൈദ്യുതി പരിശോധനയ്ക്ക് വിധേയമാക്കി. തുടർന്ന് ഇപ്പോൾ നെടുങ്കണ്ടം സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തായാലും ഇനി തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പം എന്താണ് ഈ പ്രതിക്ക് ഇത്തരത്തിൽ ഒരു കൃത്യത്തിലേക്ക് നയിക്കാൻ കാരണം എന്നതാണ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിനുള്ള നടപടികളെല്ലാം പോലീസ് സ്വീകരിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ വളരെ ഭീതിജനകമായ ഒരു പുറലോകം അറിയുന്നത്. നാട്ടുകാരുടെ ഒരു സംശയത്തെ തുടർന്ന് നാട്ടുകാർ ഈ സഹോദരിയെ വിവരമറിയിക്കായിരുന്നു. ഏതാനും ആഴ്ചകളായി ഈ സജിയുടെ സഹോദരനായ റജിയെ പുറത്ത് ഒന്നും കാണാനില്ലായിരുന്നു. റജി ഈ നെടുങ്കണ്ടത്തെ ഒരു മൈക്രോ ഓപ്പറേറ്റിംഗ് സെന്ററിൽ ജോലിക്കാരനായി ജോലി ചെയ്തു വരികയായിരുന്നു. എന്നാൽ കുറച്ച് നാളുകളായി ഇയാൾ ഇവിടേക്ക് ജോലിക്ക് എത്തിയിരുന്നില്ല. അതനുസരിച്ച് നാട്ടുകാർക്ക് ഈ സംബന്ധിച്ച് നാട്ടുകാർ ഇവരോട് ചോദിച്ചെങ്കിൽ പോലും ഈ സജി കൃത്യമായി പറഞ്ഞത് രാവിലെ ജോലിക്ക് പോകും, അതിനുശേഷം വൈകുന്നേരം വരും, അതിനുശേഷം വൈകുന്നേരം മദ്യപിച്ചാണ് എത്തുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് സജി നാട്ടുകാരിൽ ചിലരോടെല്ലാം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് സംശയം തോന്നുകയും തുടർന്ന് ഇത്തരത്തിൽ സഹോദരിയെ അറിയിക്കും, സഹോദരി പരാതിപ്പെടുകയുമായിരുന്നു. ഇതോടൊപ്പം തന്നെ സജി ഈ തന്റെ വിവാഹമാണ് എന്ന് പറഞ്ഞ നാട്ടുകാരെ വിവാഹത്തിന് ക്ഷണിക്കുകയും ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചെയ്തിരുന്നു. ഒപ്പം 500ഓളം പേർക്ക് വിരുന്നൊരുക്കുന്നുണ്ടെന്ന രീതിയിൽ വിവാഹത്തിന് ക്ഷണിക്കുകയും ചെയ്തു. എന്നാൽ കുറച്ച് ദിവസത്തിന് ശേഷം സജി തന്നെ ഈ വിവാഹം ക്ഷണിച്ച ആളുകളോട് ചെന്ന് പറഞ്ഞു തന്റെ വിവാഹം മാറ്റിവെച്ചു, ഒരു മരണം സംഭവിച്ചു, അതുകൊണ്ട് വിവാഹം മാറ്റിവെച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു. ഇതൊക്കെ നാട്ടുകാരിൽ സംശയത്തിന് ഇടയാക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇത്തരത്തിൽ നാട്ടുകാർ പരാതിയിലേക്ക്, അതായത് ബന്ധുക്കൾ മുഖേന പരാതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ നാട്ടുകാർ സജിയെയും റജിയെയും കുറിച്ച് പറയുന്നത് ഇരുവരും തമ്മിൽ വലിയ തോതിലുള്ള ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ നാട്ടിലിറങ്ങിയാൽ ഇവർ മദ്യപിക്കും എന്നൊക്കെ അത് ഒഴിച്ചാൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നവരായിരുന്നില്ല. പക്ഷേ വീട്ടിൽ നാട്ടുകാരുമായി വലിയ അടുപ്പമുണ്ടാകുന്നില്ല. വീട്ടിലേക്ക് മറ്റുള്ളവരെയൊന്നും എത്താൻ ഇവർ സമ്മതിച്ചിരുന്നില്ല. വീട്ടിലെ മറ്റ് അയൽവാസികളൊന്നും വീട്ടിലേക്ക് എത്താൻ സമ്മതിച്ചിരുന്നില്ല. അപ്പം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക.